കേരളത്തിലെ തൃശൂർ ജില്ലയുടെ ഊർജ്ജസ്വല പ്രദേശമായ മണ്ണുത്തിക്ക് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വികസനങ്ങളുമായി ഇഴചേർന്ന ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. ദേശീയപാത 544 സമീപം സ്ഥിതി ചെയ്യുന്ന മണ്ണുത്തി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഒരു ഗ്രാമീണ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തിരക്കേറിയ നഗരപ്രദേശത്തേക്കുള്ള അതിന്റെ പരിണാമം ദശാബ്ദങ്ങളായി കേരളത്തിന്റെ വിശാലമായ പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചരിത്രപരമായി മണ്ണുത്തി കൃഷിയിലും പരമ്പരാഗത ഉപജീവനമാർഗത്തിലും ശക്തമായ ആശ്രയമുള്ള ശാന്തവും കാർഷികവുമായ ഒരു ഗ്രാമമായിരുന്നു. ഈ പ്രദേശം ഫലഭൂയിഷ്ഠമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും കൊണ്ട് അനുഗ്രഹീതമാണ്. തെങ്ങ്, നെല്ല്, വാഴക്കൃഷി എന്നിവ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ മുഖ്യ ഘടകങ്ങളായിരുന്നു. കാലക്രമേണ ഈ പ്രദേശം അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വികസനം മൂലം ക്രമേണയുള്ള മാറ്റങ്ങൾ കണ്ടു. മണ്ണുത്തിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് 1972 കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതാണ്. സമീപമുള്ള വെള്ളാനിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മണ്ണുത്തിയെ കാർഷിക വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായകമായി. ഇത് ദേശീയ വികസനം പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളെയും ഗവേഷകരെയും പ്രൊഫഷണലുകളെയും ആകർഷിക്കുകയും ചെയ്തു. സർവകലാശാലയുടെ സ്വാധീനം പ്രാദേശിക സമൂഹത്തിലേക്കും വ്യാപിച്ചു. അങ്ങനെ ആധുനിക കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ സാന്നിധ്യം മണ്ണുത്തിയിൽ വെറ്ററിനറി കോളേജ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങളും സൗകര്യങ്ങളും സ്ഥാപിക്കുന്നതിന് പ്രചോദനമായി. കൂടാതെ അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും ആളുകളെ ആകർഷിക്കുന്നതിലും സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന ഹൈവേയോട് ചേർന്നുള്ള മണ്ണുത്തിയുടെ സ്ഥാനവും അതിന്റെ വളർച്ചയ്ക്ക് ഉത്തേജകമാണ്. ദേശീയപാത 544 മണ്ണുത്തിയെ കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത് വ്യാപാരം, യാത്ര, വാണിജ്യം എന്നിവ സുഗമമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കാലക്രമേണ ഈ കണക്ടിവിറ്റി നിരവധി ബിസിനസ്സുകൾ, ഷോപ്പുകൾ, റെസിഡൻഷ്യൽ കോളനികൾ എന്നിവ സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു. സാംസ്കാരികമായി മണ്ണുത്തി തൃശൂരിന്റെ പാരമ്പര്യങ്ങളുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നു. ഐതിഹാസികമായ തൃശൂർ പൂരത്തിലും മറ്റ് സാംസ്കാരിക പരിപാടികളിലും ഈ മേഖല സജീവമായി പങ്കെടുക്കാറുണ്ട്. കേരളത്തിന്റെ വൈവിധ്യവും പുരോഗമന മനോഭാവവും പ്രതിഫലിപ്പിക്കുന്ന ആധുനിക അഭിലാഷങ്ങളുടെ സമന്വയമാണ് ഇവിടെയുള്ള സമൂഹം. ഇന്ന് മണ്ണുത്തി കേരളത്തിലെ വികസനത്തിന്റെ പാരമ്പര്യം തുലനം ചെയ്യുന്ന ഒരു സൂക്ഷ്മരൂപമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അപ്പാർട്ട്മെന്റുകൾ, ആരാധനാലയങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ വ്യക്തമായ വളർച്ച നമുക്ക് കാണാം. ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെയുള്ള പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. മണ്ണുത്തിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ മേഖലയിലെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ലാണ്. റിയൽ എസ്റ്റേറ്റ് വളർച്ചയും നഗരവൽക്കരണവും അതിന്റെ ലാൻഡ്സ്കേപ്പിനെ പുനർനിർമ്മിക്കുന്നതിനൊപ്പം ഈ പ്രദേശവും വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഗതാഗതക്കുരുക്ക്, പ്രകൃതിദത്തമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള സുസ്ഥിര വികസനത്തിന്റെ ആവശ്യകത തുടങ്ങിയ വെല്ലുവിളികളും മണ്ണുത്തി അഭിമുഖീകരിക്കാറുണ്ട്. മണ്ണുത്തിയുടെ ചരിത്രം ഒരു ഗ്രാമീണ ഔട്ട്പോസ്റ്റിൽ നിന്ന് തൃശൂരിന്റെ പ്രധാന പ്രദേശമായി മാറിയതിന്റെ തെളിവാണ്. അതിന്റെ യാത്ര കേരളത്തിന്റെ വിശാലമായ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ ചരിത്രപരവുമായ ടേപ്സ്ട്രിയുടെ ഒരു സുപ്രധാന ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.